ഗ്ലോറി ബി ടു ഗോഡ്. നമ്മുടെ ദൈവം മാറാത്ത ദൈവമാണ്. അതെ, മനുഷ്യർ മാറിപ്പോകാം, സാഹചര്യങ്ങൾ മാറിപ്പോകാം, അവസ്ഥകൾ മാറിയേക്കാം. എന്നാൽ കർത്താവ് ഒരു നാളും മാറിപ്പോകുന്നില്ല. മാറ്റമില്ലാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വർഷത്തിൻ്റെ 7-ാം മാസം ആരംഭ ദിവസം കണ്ട നമുക്ക് ഓരോരുത്തർക്കും ഈ അവസാന ദിനം കാണുവാൻ സർവകൃപാലുവായ ദൈവം നമ്മോട് കരുണ ചെയ്തതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതേ പ്രീതി മക്കളെ, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും രണ്ടുപേർക്കും അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. വിതയ്ക്കുന്നവരും കൊയ്യുന്നവരും ദൈവത്തിൻ്റെ മുൻപിൽ ഒരുപോലെയാണ്. മാനുഷികമായി നാം നോക്കുമ്പോഴും രണ്ടുപേരും അവർക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, വിലയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അതെ, ചിലത് കൊയ്യുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം നാം മനസ്സിലാക്കി അതിനായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. വന്ന വഴി നാം മറന്നു പോകരുത്. ചിലർ വിതച്ചതുകൊണ്ടാണ് നാം ഇന്ന് കൊയ്യുന്നത്. ആയതിനാൽ ഒരിക്കലും ആദ്യ പാഠങ്ങളെ ആദ്യ സ്റ്റെപ്പുകളെ നാം കണ്ടുപഠിച്ചത്, കേട്ടു വളർന്നത്, ആമേൻ, അതൊന്നും നാം മറന്നു പോകരുത്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും ചിന്തയ്ക്ക് ആധാരമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാം വചനം നമുക്ക് വായിക്കാം. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടാണ് ഈ വചനം പറയുന്നത്. അതെ, നമുക്കറിയാം, നമുക്ക് പിന്നിൽ ഒത്തിരി പ്രവാചകന്മാർ ജീവിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ജീവിച്ചിട്ടുണ്ട്. അതിന് പിൻഗാമികളായിട്ടാണ് നാം ഇപ്പോൾ യേശുവിൻ്റെ മാതൃക അനുസരിച്ച് നാം ജീവിക്കുന്നത്, നാം ശുശ്രൂഷ ചെയ്യുന്നത്, നാം ദൈവകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഒക്കെ. അപ്പോൾ പലരും വിതച്ചതാണ് നാം ഇപ്പോൾ കൊയ്യുന്നത്. ശിഷ്യന്മാരെ ദൈവം പറയുന്നു, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. നാം ചെയ്യേണ്ടുന്ന ദൗത്യം കൊയ്യുക എന്നതാണ്. മറ്റുള്ളവർ അധ്വാനിച്ചവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ പിൻപിൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച ഒത്തിരി പേരുണ്ട്. മാനുഷികമായി നാം നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ അമേൻ സ്തോത്രം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അമേൻ മൂത്തവർ ഒത്തിരി പേരുണ്ടല്ലേ. അവരെ നാം ഒരിക്കലും മറന്നു പോകരുത്. അമേൻ സ്തോത്രം. അവർ കഷ്ടപ്പെട്ടത്, അവർ അധ്വാനിച്ചതിൻ്റെ ഫലം നമ്മിലൂടെയാണ് കൊയ്ത് അവർ സന്തോഷിക്കുന്നത്. നാം അത് മറന്നു പോകരുത്. കൊയ്യുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടെ തോന്നിവാസങ്ങൾ നാം ചെയ്യുവാൻ പാടില്ല. ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ച് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഇവിടെ അയച്ചു. യേശു കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തു, ആ ദൗത്യം പൂർത്തിയാക്കി കടന്നുപോയി. യേശു കർത്താവ് ഇവിടെ വന്ന് തൻ്റെ സ്വന്തം രക്തം നൽകി മാനവരാശിയെ വീണ്ടെടുത്തു. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെയും നമുക്ക് നൽകി നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് യേശു കർത്താവ് കൽപ്പിച്ച പ്രമാണങ്ങളെ അനുസരിച്ച് അനേകരെ ശിഷ്യരാക്കുവാൻ വേണ്ടിയാണ് നമ്മെ കർത്താവ് ശിഷ്യരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ദൗത്യം മനസ്സിലാക്കി നമുക്ക് മുൻപേ ആമേൻ സ്തോത്രം, ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തു കഷ്ടപ്പെട്ട കഷ്ടാനുഭവങ്ങൾ, ജീവൻ നൽകിയ വില, ഇതൊക്കെ നാം മനസ്സിലാക്കി ഇന്ന് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് നാം ചെയ്യുമെങ്കിൽ നിശ്ചയമായി അതെ വലിയൊരു കൊയ്ത്ത് നമുക്ക് ചെയ്യുവാൻ കഴിയും. യേശു പറഞ്ഞു, സ്തോത്രം,
കൊയ്ത്ത് ഇനിയുമുണ്ട്, വിലക്കാരോ ചുരുക്കം. പ്രിയതയോ മക്കളെ, നല്ല കൊയ്ത്തുകാരായി മാറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? ആത്മീകമായും മാനുഷികമായും ഭൗതികമായും എല്ലാ നിലകളിലും വന്ന വഴികളെ നാം മറന്നു പോകാതെ നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്, നാം ഇപ്പോൾ വലിയ അധ്വാനങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലേ? അമ്മേ, നമുക്ക് മുൻപേ അധ്വാനിച്ച പലരുമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവരെ നാം വേദനിപ്പിക്കരുത്. സ്തോത്രം. ഇനിയും നമ്മിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കൊയ്ത്ത് ചെയ്യുവാൻ നല്ല ശിഷ്യന്മാരായി, അമ്മേൻ സ്തോത്രം, നല്ല കൊയ്ത്തുകാരായി മാറുവാൻ നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ കർത്താവ്, ഞങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. മറ്റുള്ളവർ അധ്വാനിച്ചു, അധ്വാന ഫലത്തിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ആമേൻ സ്തോത്രം, എങ്ങനെ അധ്വാനിച്ചുവോ എങ്ങനെ വിധിച്ചുവോ അതിൻ്റെതായ രീതിയിൽ കൊയ്യണമെന്നുള്ളതാണല്ലോ. കർത്താവ്, ഈ നാളുകളിൽ അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതുപോലെ കർത്താവെ, അപ്പോൾ മാനുഷികമായ രീതിയിലും കർത്താവെ സ്തോത്രം, ആമേൻ, അധ്വാനിച്ചവരെ കഷ്ടപ്പെട്ടവരെ കർത്താവ് വേദനിപ്പിക്കാതെ ഈ നാളുകളിൽ ആമേൻ സ്തോത്രം എല്ലാവരും കൊയ്ത്ത് കൊണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണം. അതേ, ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗരാജ്യത്തിൽ അധികം സന്തോഷമുണ്ട്. ഈ നാളുകളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നല്ല ശിഷ്യരായി മാറുവാൻ സമർപ്പിക്കുന്നു. വചനപ്രകാരം അനുഗ്രഹിച്ചാട്ടെ. കണ്ണുനീരോടെ വിധിച്ചവർ ആർപ്പോടുകൂടെ കൊയ്യുമെന്ന വചനപ്രകാരം ഒരു കൊയ്ത്ത് ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.